നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പം എല്ലാവർക്കും അറിയണതല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചുള്ള ആദ്യത്തെ റമളാനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ആയിപ്പോയി. എന്നാലും അൽഹംദുലില്ലാ 3 ആഴ്ച റൂമിൽ തന്നെയായിരുന്നു. അപ്പൊ ശരിക്കും നാട്ടിലെ റമളാൻ മിസ് ചെയ്തു. ഇവിടെ ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ പേടിയുണ്ടോ ചോദിച്ചാൽ നല്ല പേടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ പേടിത്തൊണ്ടത്തിയാണ് എന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ റിയലൈസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് കേൾക്കുന്ന ചെറിയ ചെറിയ സൗണ്ടുകളും വിൻഡോ ജെർക്കിങ്ങും ഏറ്റവും മെയിനായിട്ട് ഫോണിലേക്ക് വരുന്ന അലേർട്ട് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ഒരു സംഭവം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ പാതി ജീവൻ പോകും. ആ സൗണ്ടിന്റെ മോൾക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ധൈര്യമുള്ള ആളും ഒന്ന് പതറും. പക്ഷെ മാഷാ അല്ലാ ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം അടിപൊളിയാണ്. അത്രയും സേഫ്റ്റിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതുവരെ അൽഹംദുലില്ലാ ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫുഡും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഉള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടിക്കണമെന്ന് മാത്രം. പക്ഷെ എപ്പോഴെങ്കിലും കേൾക്കുന്ന സൗണ്ട് ആണെങ്കിലും വലിയ കാഠിന്യമൊന്നും ഇല്ലാത്ത സൗണ്ട് ആണെങ്കിൽ കൂടി അത് നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു നിമിഷം ആദ്യം എന്റെ മനസ്സിലേക്ക് വരല് ഫലസ്തീനിലെ ജനങ്ങളെ കുറിച്ചാണ്. ഇടയ്ക്ക് സൗണ്ട് ഒന്നും കേൾക്കാതാകുമ്പോൾ വിചാരിക്കും ഒക്കെ കഴിഞ്ഞ് സമാധാനമായി എന്ന്. അതിന്റെ പിറ്റേന്ന് തന്നെ വീണ്ടും കൊണ്ടുവന്നിടും. എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിച്ചൊക്കെ പഴയതുപോലെ ആയാൽ മതിയായിരുന്നു.